സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖാണോ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള്? കൂട്ടുകാരെ, വരാൻ പോകുന്ന PSC പരീക്ഷകൾ 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് ഈ ചാനലിൽ വന്നു കഴിഞ്ഞാൽ സെറ്റ് ആണ്. നമ്മൾ 150 ക്ലാസ്സുകളും 150 PDF ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുവരെ 4 ക്ലാസ് എടുത്തു. ആ 4 ക്ലാസ്സും ആ പ്ലേലിസ്റ്റിലുണ്ട്. മുകളിൽ ലിങ്ക് ഉണ്ട്. കൂട്ടുകാരെ കാണുക, ഓരോ വീഡിയോയും കാണുക. അതിന്റെ PDF എല്ലാം നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുത്ത് പഠിക്കാൻ ടെലഗ്രാം ചാനൽ നൽകിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കമന്റിലുണ്ട്. ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മുടെ നിവിൻ പോളിന്റെ പിറകിൽ ആ നടനെ ഇഷ്ടമുള്ളവരാണെങ്കിലും അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. കേരളത്തിൽ നിന്ന് ആനിമേഷൻ സിനിമകളും ഗെയിമുകളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടൻ നിവിൻ പോളി ആരംഭിച്ച ഒരു സ്റ്റാർട്ടപ്പ് ഏതാണ്? കേരളത്തിൽ നിന്നും ആനിമേഷൻ സിനിമകളും ഗെയിമുകളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ നിവിൻ പോളി ആരംഭിച്ച ഒരു സ്റ്റാർട്ടപ്പാണ് ക്രേവ് കേട്ടോ. CRAV ക്രേവ് എന്ന് പഠിച്ചു വെക്കുക. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ക്രേസ് ഉള്ള ആളാണ്. ഒരു ക്രേവ് നിലവാരമുള്ള ആനിമേഷൻ ചിത്രങ്ങൾ നിർമ്മിക്കാൻ ക്രേവ് നിവിൻ പോളി സംരംഭകന്റെ റോളിലേക്ക് ചുവട് വെക്കുന്ന ഒരു പത്രക്കട്ടിങ് കാണാം. മാതൃരാജ്യത്തിനായി വീരമൃത്യു വരിച്ച ഏത് മലയാളി സൈനികന്റെ സ്മരണയ്ക്കായാണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ പ്രതിമ സ്ഥാപിച്ചത്? ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഓർമ്മ വരും അല്ലെ? ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലായിരുന്നല്ലോ. എന്നായിരുന്നു 1857 ശിപ്പായിലട പൊട്ടിപ്പുറപ്പെട്ട ഡേറ്റ് ഓർമ്മയുണ്ടോ? ഹിസ്റ്ററി പഠിച്ചവർക്ക് ഒന്ന് കമന്റ് ചെയ്തേ. ഞാൻ ഹിസ്റ്ററി 57 കലാപം 2 ക്ലാസ് നമ്മുടെ സ്ട്രൈക്കർ PSC എന്ന ചാനൽ കൃത്യമായിട്ട് എടുത്തിട്ട് അടിപൊളി ക്ലാസ്, അതൊക്കെ പോയി കാണുക കേട്ടോ. 2 ക്ലാസ്സുകളാണ്. അപ്പൊ അത് കണ്ടവർ കമന്റ് ചെയ്യും. നോക്കൂ, VK പ്രേമചന്ദ്രൻ എന്ന വ്യക്തി, VK പ്രേമചന്ദ്രൻ, ഇനീഷ്യൽ ശ്രദ്ധിക്കണേ, VK പ്രേമചന്ദ്രൻ. ഇദ്ദേഹം ഒരു സൈനികനായിരുന്നു. മാതൃരാജ്യത്തിനായി വീരമൃത്യു വരിച്ച ഈ ഒരു മലയാളി സൈനികന്റെ സ്മരണയ്ക്ക് ഉത്തർപ്രദേശിൽ മീററ്റിൽ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. VK പ്രേമചന്ദ്രൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദി ലോ ട്രസ്റ്റിന്റെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരത്തിന് അർഹനായ മുൻ കേരള ഗവർണറും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുമായിരുന്ന വ്യക്തിയാണ് P സദാശിവം. ദി ലോ ട്രസ്റ്റിന്റെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം കിട്ടിയത് P സദാശിവം. ദി ലോ ട്രസ്റ്റിന്റെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം കിട്ടിയത് P സദാശിവം. എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ ദ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ അവാർഡ്, ഇത് നിങ്ങൾ ഓൾറെഡി പഠിക്കേണ്ട ആവശ്യമില്ല. എത്യോപ്യ ആണെങ്കിലും മറ്റൊരുപാട് വിദേശ രാജ്യങ്ങൾ നിങ്ങൾക്കറിയാം. ഈ അടുത്ത കാലത്ത് നരേന്ദ്രമോദിജി പോയ ഇത്തരം രാജ്യങ്ങളൊക്കെ, ഈ ഇസ്രായേലിൽ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടുത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ സ്വീകരിച്ച് പാർലമെന്റിൽ കൊണ്ടുപോയി അവിടുത്തെ പരമോന്നത പുരസ്കാരമൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തില് മോദിജിക്ക് ഈ ഇത്തരത്തില് ലോകരാഷ്ട്രങ്ങളുടെ പരമോന്നത പുരസ്കാരം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതൊരു ലോജിക്ക് പോലെ ചിന്തിച്ചു വെക്കുക. സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദിജിക്കാണ് എത്യോപ്യയുടെ പരമോന്നത പുരസ്കാരം കിട്ടിയത്. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ P പുഷ്പാങ്കദൻ. ആ പേര് തന്നെയില്ലേ, നിങ്ങൾക്കൊക്കെ പഠിക്കാൻ പറ്റില്ലേ? പുഷ്പാങ്കദൻ, സസ്യശാസ്ത്രജ്ഞൻ കിട്ടൂലേ? സസ്യം പുഷ്പാങ്കദൻ. BJP, ഭാരതീയ ജനതാ പാർട്ടി, ഇന്ത്യ ഭരിക്കുന്ന ദേശീയ പ്രസ്ഥാനമാണ്. BJPയുടെ ദേശീയ പ്രസിഡന്റ് ആരാണ്? നദ്ദാജി ആയിരുന്നു, JP നദ്ദയായിരുന്നു. അദ്ദേഹം മാറിയിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിക്കുക. നിതിൻ നബീൻ. പലരും ഒരുപക്ഷെ ഇദ്ദേഹത്തെ കണ്ട് പരിചയമായി വരുന്നേ ഉണ്ടാവും. എൻ്റെ പിറകിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സാറിനെ കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം. ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മല്ലികാർജുന ഖാർഗെ, നിങ്ങൾക്ക് ഒരു വർഷം അറിയാം. AICC അല്ലെ, നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലവിലെ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയാണ്. അങ്ങനെയാണെങ്കിൽ BJPയുടെ പ്രസിഡന്റ് നിതിൻ നബീനാണ്. ഇനി കേരളം ഇതുവരെ ഭരിക്കുന്ന പാർട്ടി എന്ന് വെച്ചാൽ 2026 ഇലക്ഷന്റെ സമയത്താണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ CPIM അഥവാ പിണറായി വിജയന്റെ പാർട്ടിയാണല്ലോ CPIM, കേരളം ഭരിക്കുന്ന പാർട്ടി. അതിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും ഈ അടുത്താണ് പുതുതായി ഒരാൾ വന്നത്. അതൊരു മലയാളിയാണ്. അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം MA ബേബിയാണ്. ഇപ്പൊ CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയാണ്. കോൺഗ്രസിന്റേത് മല്ലികാർജുന ഖാർഗെയാണ്. രാഹുൽ ഗാന്ധി എഴുതരുതേ. BJPയുടേത് നിതിൻ നബീൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിതിൻ നബീൻ ഒരു താരതമ്യേന ഒരു യുവാവ് എന്ന് പറയാൻ പറ്റുന്ന വ്യക്തിത്വമാണ്. പഠിച്ചു വെച്ചേക്കുക. 2025 നടന്ന 8ാമത് ഇന്ത്യൻ നേവിയും മാലിദ്വീപ് നാഷണൽ ഡിഫൻസ് ഫോഴ്സും ചേർന്ന് നടത്തുന്ന നേവൽ എക്സസൈസ് ഏകത. നോക്കൂ, ഏകത എന്ന് കേൾക്കുമ്പോൾ മാലിദ്വീപ് നമ്മുടെ തൊട്ടടുത്തുള്ള അയൽരാജ്യം മാലിദ്വീപ്. അപ്പൊ മാലിദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ഒരു നേവൽ എക്സസൈസ് ആണ് ഏകത
2025. ഇതിന്റെ വേദി എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മാലിദ്വീപിലാണ് കേട്ടോ. 2025 ഡിസംബറിൽ സ്ക്വാഷ് ലോകകപ്പ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്വാഷ് ലോകകപ്പ് പ്രധാനപ്പെട്ട ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ ടൂർണമെന്റുകളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. സ്ക്വാഷ് പഠിച്ചു വെച്ചേക്കുക. സ്ക്വാഷ് ലോകകപ്പ് 2025 നടന്നത് എവിടെയായിരുന്നു? ഇന്ത്യയിലായിരുന്നു. ഇന്ത്യയിൽ എക്സാക്ട് അത് ചെന്നൈയിലായിരുന്നു അതിന്റെ വേദി. 2025 സ്ക്വാഷ് ലോകകപ്പിന്റെ വേദി ചെന്നൈ. ആരാണ് ജയിച്ചത്? കപ്പടിച്ചു ചോദിച്ചാൽ ഇന്ത്യയാണ്. റണ്ണറപ്പ് ആയത് ഹോങ്കോങ് ആണ് റണ്ണറപ്പ് ആയത്. ഇന്ത്യ ഹോങ്കോങ്ങിനെ പരാജയപ്പെടുന്നു. സ്ക്വാഷ് ലോകകപ്പ് ഇന്ത്യക്ക് കിട്ടുന്നു. വേദി ചെന്നൈ. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്നും ബിരുദം നേടിയ ആദ്യത്തെ വനിതാ ഓഫീസർ ആരാണ്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്, പഠിച്ചു വെക്കണം. ഇത്തരം ചോദ്യങ്ങൾ റീസെന്റ് PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്നും ബിരുദം നേടിയ ആദ്യത്തെ വനിതാ ഓഫീസറുടെ പേര് ലഫ്റ്റനന്റ് സായ് ജാദവ്. സായ് ബാബ എന്നല്ലോ, സായ് ജാദവ്. മാഡത്തിന്റെ ഫോട്ടോയൊക്കെ ചെറുതായിട്ട് കാണാം നിങ്ങൾക്ക്. സായ് ജാദവ് മിലിറ്ററി അക്കാദമിയിൽ നിന്നും ബിരുദം നേടിയ ഓഫീസർ. 2025 ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ, ഇത് മുമ്പെയുള്ള ഒരു ടെക്സ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. 2025 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞ ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ MH-60R, അത് അതിലൊരു പേരാണ്, MH-60R എന്ന് നിങ്ങൾ അങ്ങനെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊരു ഹെലികോപ്റ്റർ സ്ക്വാഡ്രൺ ആണ്. അതിന്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോട്ടോ, എന്താണ് ആ സ്ക്വാഡ്രൺ എന്നുള്ള ഫോട്ടോ ഞാൻ പത്രക്കട്ടയിൽ കാണിച്ചു തരാം. ഇതിന്റെ ഒരു പേര് ചോദിച്ചാൽ INS അല്ല, INAS 335 ഓസ്പ്രസ് എന്ന് വേണമെങ്കിൽ അതിനെ മറ്റൊരു പേരുണ്ട്, ഓസ്പ്രസ്. INAS 335 എന്നും പറയും, ഓസ്പ്രസ് എന്നും പറയും. ഓസ്പ്രസ്. ചോദ്യം വായിക്കാം. 2025 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ MH-60R ഹെലികോപ്റ്റർ സ്ക്വാഡ്രൺ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ INAS 335. അത് എവിടെയായിരുന്നു അത് വന്നത് എന്നൊക്കെയുണ്ട്. ഇവിടെ അതിന്റെ പത്രക്കട്ടിക നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കൂ, MH-60R ഹെലികോപ്റ്റർ പ്രവർത്തിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ നേവൽ എയർ സ്ക്വാഡ്രണായ ഓസ്പ്രസ്, അതിന്റെ ഒരു ടീംസ് നിൽക്കുന്നതും ഹെലികോപ്റ്ററിന്റെ ആ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് INS ഹൻസിയിൽ കമ്മീഷൻ ചെയ്തു. ഗോവയിലാണ് ഈ സംഗതി ഉള്ളത്. ഇതൊക്കെ ഒരു പത്രക്കട്ടിങ് ഉണ്ട്. നിങ്ങൾ നന്നായിട്ട് PDF വായിച്ചു നോക്കുക. PDF എവിടെ കിട്ടും? ടെലഗ്രാം ചാനൽ കിട്ടും. ടെലഗ്രാമിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഇട്ടും. വരുമാനദായക തൊഴിൽ മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ ആണ് ഉയരെ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പോയിന്റും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഉയരെ നോക്കൂ, വരുമാനദായക തൊഴിൽ മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ ആണ് ഉയരെ. നോക്കൂ, 2026 ജനുവരി മുതൽ മാർച്ച് വരെ അയൽക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ ഒരു ക്യാമ്പയിന് സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും സമഗ്ര വികസനത്തിനും മുൻഗണന നൽകുന്നു. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള തേജോമയ ഹോമിലെ അതിജീവികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ നൽകിയ ബ്രാൻഡിന്റെ പേര് ചോദിച്ചാൽ അതും ഉയരെയാണ്. 2 എണ്ണമാണ് റീസെന്റ് നമുക്ക് പഠിക്കാനുള്ള ഉയരെ. ഇതേ പേരിൽ പല പദ്ധതികളും മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഉയരെ എന്നത് ഒന്ന് വരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകളുടെ പങ്കാളിത്തം, വരുമാന തൊഴിൽ മേഖലകളിലേക്ക് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഉയരെ. കുടുംബശ്രീക്കാരുടെ പുതിയ തൊഴിൽ മേഖലകളിലേക്ക് സ്ത്രീകളുടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ ഉയരെ, ഉയർത്തിക്കൊണ്ടുവരിക ഉയരെ. അതുപോലെ തന്നെ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് തേജോമയ ഹോം. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ഒരു ഹോമാണ് തേജോമയ ഹോം. അവിടുത്തെ അതിജീവിതകൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ നൽകിയ ബ്രാൻഡാണ് ഏത്? ഉയരെ. ഇപ്പൊ 2 കാര്യം മനസ്സിലായല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ. കുടുംബശ്രീക്കാരുടെ തൊഴിൽ മേഖലയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഉയരെ പ്രോജക്റ്റ്, അതുപോലെ തന്നെ വനിതാ വികസന വകുപ്പിന് കീഴിലുള്ള തേജോമയ ഹോമിലെ അതിജീവിതകൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ, പ്രോഡക്റ്റ് അല്ലെ, അത് നൽകിയ, അതിന് ആ പ്രോഡക്റ്റ് നൽകിയ ഒരു പേരാണ് ഉയരെ, ആ ബ്രാൻഡ് കേട്ടോ. ഉയരെ എന്നൊരു ബ്രാൻഡ് പത്രക്കട്ടിങ് ഞാൻ കാണിച്ചു തരാം. അടുത്തൊരു പോയിന്റ് കൂടി പറഞ്ഞ് നമുക്ക് ആ ന്യൂസ് കാണാം കേട്ടോ. ഗ്രാസ് റൂട്ട് ലെവൽ ഫുട്ബോള് ഏറ്റവും അടിത്തട്ടില് ശക്തിപ്പെടുത്തുന്നതിനായി പ്രൊജക്ട് മഹാദേവ. മക്കളെ, പ്രൊജക്ട് മഹാദേവ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫുട്ബോൾ ആണെന്ന് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പ്രൊജക്ട് മഹാദേവ ആരംഭിച്ചത് ഏത് സ്റ്റേറ്റ് ചോദിച്ചാൽ പറയുക മഹാരാഷ്ട്രയാണ്. കണ്ടോ അവരുടെ പ്രോഡക്റ്റ്. അപ്പൊ ഉയരെ എന്നൊരു ബ്രാൻഡ്, തേജോമയ ഹോമിലെ അതിജീവിതകൾ ഉണ്ടാക്കിയ ആ ഒരു ബ്രാൻഡ് നമ്മുടെ വനിതാ ശിശു വികസന മന്ത്രിയായിരുന്ന വീണ ജോർജ് മാഡം ഇത് എന്ത് ചെയ്യുന്നു, അവർക്ക് പബ്ലിഷ് ചെയ്യുന്ന ഒരു
പിക്ചർ പത്രക്കാട്ടിയും കൂടെ കാണാം. കണ്ട നിങ്ങൾ? അപ്പൊ തേജോമയ ഹോമിലെ അതിജീവിതകൾ ഉയരെ ഒക്കെ ആണല്ലോ. കുടുംബശ്രീയുടെ ക്യാമ്പയിൻ ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകളുടെ ഈ തൊഴിൽ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ഉയരെ ക്യാമ്പയിൻ 2026 മുതലാണ്. ഇവിടെ ആ ഒരു ക്യാമ്പയിനെ കുറിച്ച് പഞ്ച്, നമ്മുടെ ഈ അടുത്ത് വളരെ ഹിറ്റായ പഞ്ച് അല്ലെ, പഞ്ചിന് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച്, പഞ്ച് ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ ലൈക്ക് അടിച്ചാൽ മതി. കാരണം നമ്മളൊക്കെ ഒരുപാട് എന്താ പറയാ മനസ്സിനെ വേദന തോന്നിച്ച ഒരു സീനായിരുന്നു അല്ലെ, ആ ഒരു കുട്ടി കുരങ്ങന്റെ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഇപ്പൊ ഒരു പരസ്യം പോലെ വന്നിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുടുംബശ്രീയുടെ പ്രോജക്റ്റ് ഉയരെ ഇഷ്ടപ്പെട്ട് പഠിക്കുക. ജനുവരി 1 മുതൽ മാർച്ച് വരെയുള്ള ഒരു ക്യാമ്പയിൻ ആണ് കേട്ടോ, ഉയരെ. ആ ക്യാമ്പയിനെ കൂടെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. എന്ത്? കുടുംബശ്രീ ഉയരെ നയി ചേതന 4.0 ജെൻഡർ ക്യാമ്പയിൻ എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ രണ്ടും ഒരേ സാധനം തന്നെ കേട്ടോ. ഇന്ത്യയില് സുസ്ഥിരവും ഉത്തരവാദിത്തമുള്ളതുമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്വദേശ് ദർശൻ 2.0. ഇന്ത്യയിലെ സ്ഥലങ്ങൾ, സ്വദേശത്തുള്ള സ്ഥലങ്ങൾ ദർശിക്കുക, സ്വദേശ് ദർശൻ 2.0. 2025 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച ആന്ധ്രാപ്രദേശിലെ പരമ്പരാഗത ഉൽപ്പന്നമാണ് പൊണ്ടൂരു ഖാദി. പൊണ്ടൂരു ഖാദി പഠിച്ചു വെച്ചേക്കുക. 2025 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച ആന്ധ്രാപ്രദേശിലെ പരമ്പരാഗത ഉൽപ്പന്നമാണ് പൊണ്ടൂരു ഖാദി. മക്കളെ, ക്ലാസ് കൃത്യമായിട്ട് ഇതുവരെയുള്ള 4 ക്ലാസ്സുകൾ കണ്ട് പഠിച്ച ഓർമ്മയുള്ളവർ കമന്റ് ചെയ്യും. വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് കുന്നുകളിലുള്ള ഒരു പ്രത്യേക ഉൽപ്പന്നത്തിന് ഈ പറയുന്ന ഭൗമസൂചിക പദവി ലഭിച്ചിരുന്നു. ഏതായിരുന്നു ആ പ്രോഡക്റ്റ്? ഒന്ന് കമന്റ് ചെയ്തേ. വെസ്റ്റ് ബംഗാൾ നമ്മുടെ തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതല്ലേ? ഒന്ന് കമന്റ് ചെയ്തേ. അതിന്റെ പേര് അതെന്താണെന്ന് ഞാൻ പറയില്ല. ഭാരത് രണഭൂമി ദർശൻ പദ്ധതിയുടെ ഭാഗമായി വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുത്ത സിക്കിമിലെ ചുരങ്ങൾ ചോല, ഡോക്ല, 2 ചുരങ്ങൾ. രസമല്ല പഠിക്കാൻ? ചോല മറ്റേ തണല് ചോല, ആ ചോലയല്ല, ചോല ഡോക്ല ചുരങ്ങൾ. ചോല ഡോക്ല ഭാരത് രണഭൂമി ദർശൻ പദ്ധതി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളക്കാരുടെ പ്രധാനപ്പെട്ട അങ്ങനത്തെ സ്പോട്ടുകൾ, അത്തരം മേഖലകൾ വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഭാരത് രണഭൂമി ദർശൻ. അതിന്റെ ഭാഗമായുള്ള ചുരങ്ങളാണ് ഡോക്ല ചുരവും ഈ പറയുന്ന ചോലായും കേട്ടോ. അതിന്റെ ഒരു പത്രക്കാട്ടിയും കൊടുത്തിട്ട് വായിച്ചു നോക്കുക. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി 3 വിജയങ്ങളോടെ 1ാം സ്ഥാനത്തെത്തിയ ഇന്റർനാഷണൽ മാസ്റ്ററായ മലയാളി താരമാണ് ഗൗതം കൃഷ്ണ. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി 3 വിജയങ്ങളോടെ 1ാം സ്ഥാനത്തെത്തിയ ഇന്റർനാഷണൽ മാസ്റ്ററായ മലയാളിയാണ് ഗൗതം കൃഷ്ണ. 2036 ചന്ദ്രനിൽ ആണവോർജ നിലയം സ്ഥാപിക്കാനുള്ള പദ്ധതി ഒരുങ്ങുന്ന രാജ്യമാണ് 36 കേട്ടോ. ഒരു 10 വർഷത്തിനപ്പുറം റഷ്യ. കേരള മോഡൽ ഉത്തരവാദിത്ത പ്രകൃതി കൃഷി ഉപമിഷന്റെ ചെയർമാനായി തെരഞ്ഞെടുത്തത് SM വിജയാനന്ദാണ്. പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. കേരള മോഡൽ ഉത്തരവാദിത്ത പ്രകൃതി കൃഷി ഉപമിഷന്റെ ചെയർമാനായി തെരഞ്ഞെടുത്തത് SM വിജയാനന്ദ്. 2025 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരത്തിന് അർഹനായ ക്രിക്കറ്റ് താരമാണ് മക്കളെ വൈഭവ് സൂര്യവംശി അല്ലെ. നമ്മുടെ ചെറിയൊരു മോന്റെ കഥയൊക്കെ നമ്മൾ കഴിഞ്ഞ IPL ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു. ഈ യൂട്യൂബ് ചാനൽ തന്നെ IPL ക്ലാസ് ഒക്കെ. 2025 പ്രധാനമന്ത്രി രാഷ്ട്ര ബാൽ പുരസ്കാരത്തിന് അർഹനായ ക്രിക്കറ്റ് താരമാണ് വൈഭവ് സൂര്യവംശി. പാർവതി ആർഗ പക്ഷി സങ്കേതം പഠിക്കുക. പാർവതി ആർഗ പക്ഷി സങ്കേതം ഏത് സ്റ്റേറ്റിലാണ്? ഉത്തർപ്രദേശ്, UP കേട്ടോ. പാർവതി ആർഗ എന്ന് കേൾക്കുമ്പം ഉത്തർപ്രദേശ്. പാർവതി ആർഗ പക്ഷി സങ്കേതം ഉത്തർപ്രദേശ്. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും യുവാക്കളെയും മുതിർന്നവരെയും മോചിപ്പിക്കാൻ ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പരിപാടി. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും യുവാക്കളെയും മുതിർന്നവരെയും മോചിപ്പിക്കാൻ ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പരിപാടിയാണ് വൈബ് ഫോർ വെൽനസ്. വന്യജീവി മൃഗസംരക്ഷണത്തിനുള്ള പെറ്റ ഇന്ത്യയുടെ 2025 പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? രവീണ ടണ്ടൻ. പേരൊരു വെറൈറ്റി അല്ലേ? ഒന്ന് പഠിച്ചു വെച്ചേ. രവീണ ടണ്ടൻ. വന്യജീവി വന്യമൃഗ സംരക്ഷണത്തിനുള്ള പെറ്റ ഇന്ത്യയുടെ 2025 പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തത് രവീണ ടണ്ടൻ. വന്യജീവി സംരക്ഷണാർത്ഥം ഇന്ത്യയിലെ ആദ്യത്തെ റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് റോഡ്, ഒരു പ്രത്യേക സംവിധാനം വന്യജീവികൾക്ക് വാഹനങ്ങൾ പോകുന്ന സമയത്ത് റോഡിൽ അപകടങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വന്യജീവി സംരക്ഷണാർത്ഥം ഇന്ത്യയിലെ ആദ്യത്തെ റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് റോഡ് നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് മധ്യപ്രദേശ് ആണ്. MP മധ്യപ്രദേശ്. കൃത്യമായിട്ട് പഠിക്കണേ. ജബൽപൂർ ഭോപ്പാൽ ദേശീയപാതയിലാണ്.
വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവിലൂടെയാണ് ഈ ഒരു റോഡ് പോകുന്നത് കേട്ടോ. എവിടെയാണ്? ജബൽപൂർ ഭോപ്പാൽ ദേശീയപാതയില് വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവിലൂടെ കടന്നു പോകുന്ന റോഡിലാണ്. അതിന്റെ പിക്ചർ കാണാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടോ നിങ്ങൾക്ക് അല്ലെ? റെഡ് ടേബിൾ ടോപ്പ് മാർക്കിംഗ് റോഡ് നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കുക, കണ്ടോളൂ. അതിന്റെ ഒരു ഏകദേശ രൂപരേഖ പത്രങ്ങളിൽ നിന്ന് എടുത്ത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സുരക്ഷിത ഹൈവേ അടയാളങ്ങളാണ് ചുവന്ന ടേബിൾ ടോപ്പ് മാർക്കിങ്ങുകൾ കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വിശദമായി വായിച്ച് നോക്കുക PDF ൽ. നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് പരമാവധി ക്ലാസ് ഷോർട്ടാക്കി സ്പീഡ് പറയുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനും വേഗം റിപ്പീറ്റ് ചെയ്ത് കേട്ടോളൂ കേട്ടോ. ഈ 5 ക്ലാസ്സുകൾ ഇതുവരെ എടുത്തത് ഇനി അങ്ങോട്ട് എടുക്കാൻ പോകുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും കേൾക്കാം, പഠിക്കാം, നന്നായി പഠിക്കുക. കറണ്ട് അഫയേഴ്സ് മുഴുവൻ മാർക്ക് വാങ്ങാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണമെങ്കിൽ, എടാ നിങ്ങൾ എത്ര പേരാണ് ഈ ക്ലാസ് കാണുന്നത് എനിക്ക് അറിയത്തില്ലല്ലോ, നിങ്ങളൊരു 500 പേരൊക്കെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്രത്യേകിച്ച് മുടക്കുമുതലൊന്നും വേണ്ടല്ലോ, നമുക്കൊന്നൊരു കമന്റ് ചെയ്യാൻ. ഇതിനകത്ത് ഈ ചോദ്യം വായിക്കാം. പെൺകുട്ടികൾക്ക് ബോക്സിംഗ് പരിശീലനം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി അറിയില്ലെങ്കിൽ പോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് നോക്കുക, അവിടെ ഉണ്ടാവും കൂടുതൽ ആൻസർ വരുന്നത് ഏതാണ് കേട്ടോ. 4 ഓപ്ഷൻ ഉണ്ട്. പെൺകുട്ടികൾക്ക് ബോക്സിംഗ് പരിശീലനം, അല്ലെങ്കിൽ ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ, താങ്ക് യു.